ആളുകൾ നമ്മളെ പറ്റിക്കാൻ വരും, അതിനുള്ള സംവിധാനം അവരുടെ കയ്യിലുണ്ടാവും, അതിനുള്ള തരികിടകളൊക്കെ അവർ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അവരുടെ മുമ്പിൽ വീഴാതിരിക്കാവുന്ന കപ്പാസിറ്റിയാണ് ഒരു ഗവൺമെൻറ്റിന് വേണ്ടത്. വീണാൽ ഗവൺമെൻറ്റാണ് അതിലെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് പ്രശ്നം. കാരണം എന്താ വെച്ചാൽ അത് ഒരു മെസ്സിയെ കൊണ്ടുവരുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരു ഗവൺമെൻറ് ശ്രമം നടത്തിയിട്ട് നടക്കാതെ പോകാം. പക്ഷേ ഇതിൻ്റെ പിറകിൽ വലിയ തട്ടിപ്പ്, ആളുകളുടെ ഫൂളാക്കുന്നൊരു പണിയുണ്ടായിരുന്നു. അതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ആളുകളെ കായിക പ്രേമം എന്ന് പറയുന്നത് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഫുട്ബോൾ ഒരു ഭ്രാന്തമായ കായിക ഇഷ്ടമാണ്. അതിനെ മുതലാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയം കളിച്ചതാണ് അതിനകത്ത് പറ്റിയിട്ടുള്ള അബദ്ധം. ആ ആളുകളുടെ കായിക ബോധത്തെ അഴിമതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അവസാനം കാണുന്നൊരു പ്രശ്നം. അല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് കുറേ ആളുകൾ കളിക്കുന്നതിന് മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഇപ്പോൾ ഒരു പേപ്പർ പുറത്തു പോയപ്പോൾ ആദ്യം വന്ന കമൻറ്റ് എന്താണ്? ഞാൻ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞതാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല, മുഖ്യമന്ത്രിയാണ് പ്രതി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെയാണ് ഒരു ഗവൺമെൻറ്റിൽ അകത്ത് ഇരിക്കുമ്പോൾ കുറേ ആളുകൾ വന്ന് നമ്മൾ ഫൂളായതാവാം, അങ്ങനെ ആവാം. പക്ഷേ അത് തെറ്റായ രീതിയാണ്. ഗവൺമെൻറ്റാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരായിരുന്നാലും. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ്റിൽ സംഭവിച്ചാലും അത് ഏതെങ്കിലും ഒരാളുടെ തലയിലിട്ട് നിൽക്കുക എന്നല്ല. ആളുകൾ നമ്മളെ പറ്റിക്കാൻ വരും, അതിനുള്ള സംവിധാനം അവരുടെ കയ്യിലുണ്ടാവും, അതിനുള്ള തരികിടകളൊക്കെ അവർ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അവരുടെ മുമ്പിൽ വീഴാതിരിക്കാവുന്ന കപ്പാസിറ്റിയാണ് ഒരു ഗവൺമെൻറ്റിന് വേണ്ടത്. വീണാൽ ഗവൺമെൻറ്റാണ് അതിലെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്.